എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്വീറ്റാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല കിടിലൻ സ്വീറ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേ എന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു പച്ചക്കുത്തുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ നല്ല ചൂടായി ആ പച്ചക്കുത്ത് മണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വേറൊരു പാൻ ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് പഞ്ചസാര അളന്നെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഈ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വെള്ളം ഇവിടെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. തീ ഒന്ന് കുറച്ചിട്ട ശേഷം നമ്മളിപ്പം റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. വിസ്ക് വേണമെന്നൊന്നുമില്ല, ഒരു തവി വെച്ച് ഇളക്കിയെടുത്താലും മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് നന്നായി തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര പാനിയിൽ നമ്മുടെ ഗോതമ്പ് പൊടി നന്നായി തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ നെയ്യ് ഈ പൊടിയിൽ, ഗോതമ്പ് പൊടിയുടെ ഈ കൂട്ടിൽ നന്നായി തന്നെ മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറേ സമയം എടുക്കുന്നില്ല, ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സ്വീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആയ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കാഷ്നട്ട് ചോപ്പ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വിസ്കൊക്കെ മാറ്റി തവി വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാമും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇടാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു മോൾഡിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഒരു സ്വീറ്റ് തട്ടിക്കൊടുക്കാം. മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കിക്കുമ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നന്നായി തണുത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ആ ഒരു മോൾഡിൽ നിന്ന് അത് വിട്ട് വരും. അതിനുശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഒരു 10 മിനിറ്റ് പോലും ആവശ്യമില്ലാത്ത ഒരു സ്വീറ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്വീറ്റ് കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം കാണാം കേട്ടോ. താങ്ക് യു.